അതായത് ഇസ്രായേലിന്റെ വായ് മൂടിക്കെട്ടാൻ എത്രത്തോളം പറ്റുമോ ട്രംപിന്, അത്രത്തോളം അതിനെ ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ. അമേരിക്കയുടെ നിലപാടും ഇസ്രായേലിന് ലബനാനോടുള്ള നിലപാടും, ലബനാന് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇറാൻ നിലപാട് കടുപ്പിക്കും. ഈ നിലവിൽ ഒപ്പിട്ട ഒരു ധാരണാപത്രം എന്ന് പറയുന്നത് വെറും ഒരു ഡോക്യുമെന്റ് അല്ല, അതൊരു ഡിപ്ലോമാറ്റിക് നയതന്ത്ര രേഖയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് അത് ഇറാനും അമേരിക്കയ്ക്കും ഒരുപോലെയാണ്. അപ്പോൾ ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് മറ്റു നിവൃത്തികളുണ്ടാകില്ല, അമേരിക്കയും അതേ രീതിയിൽ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകും. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ചയിലേക്ക് വരികയല്ലേ? വിദേശ തീർച്ചയായിട്ടും. കാരണം ആഴ്ചകൾ നീണ്ടുനിന്ന കഠിനാധ്വാനത്തിലൂടെ ഖത്തറും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലൂടെയാണ് മേഖലയിലും ലോകത്തും സമാധാനം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 14 ഉപാധികൾ ഉൾപ്പെടുന്ന ഈ ഒരു ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും ഒപ്പുവെച്ച ആ രേഖയുടെ മഷി ഉണങ്ങും മുമ്പാണ് ഇസ്രായേലിന് ലബനാന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ അരങ്ങേറുന്നത്. ഇന്നലെ ഏതാണ്ട് 48 പേർ കൊല്ലപ്പെട്ടു. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇതുവരെ ഏതാണ്ട് 38-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുന്നു. നബാത്തിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ സൈനികമായിട്ടുള്ള മേൽക്കോയ്മ അരക്കിട്ടുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ നടത്തുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ അതെല്ലാം ഇറാൻ അനുസരിച്ചുകൊള്ളും. അത് കാരണം ഇസ്രായേലിന്റെ ഒരു കാര്യമായതുകൊണ്ട് തങ്ങൾ അതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്നൊരു നിസ്സംഗ നിലപാടായിരുന്നു അമേരിക്ക സ്വീകരിച്ചത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് ഇറാൻ സേനയും ഇറാൻ രാഷ്ട്രീയ നേതൃത്വവും വന്നെത്തുകയായിരുന്നു. ഈ അർത്ഥത്തിൽ അമേരിക്കയുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ചർച്ച അസാധ്യമാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് തങ്ങൾ പുറപ്പെടുന്നില്ല. അതുമാത്രമല്ല ഈ കരാറിലെ ആദ്യ വ്യവസ്ഥ മേഖലയിലുടനീളം ഒരു യുദ്ധവിരാമം എന്നതാണ്. അത് നടപ്പാക്കുന്നില്ല എങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായിട്ടുള്ള ഹോർമുസ് സ്വതന്ത്രമായി തുറക്കുമെന്ന ആ തീരുമാനം തങ്ങളും പുനഃപരിശോധിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചാണ് ഹോർമുസ് വീണ്ടും അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഈ ചർച്ചയിലുടനീളം ഈ കരാറിലും മേൽക്കോയ്മ ലഭിച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് കൂടുതൽ മേൽക്കോയ്മ നൽകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അസന്നിഗ്ധമാണ് തങ്ങളുടെ നിലപാട് എന്ന് ഇറാൻ രാഷ്ട്രീയ സൈനിക നേതൃത്വം വ്യക്തമാക്കുമ്പോൾ മറ്റൊരു പോംവഴിയും ഇല്ലാതെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ലബനാനിൽ ഒരു യുദ്ധവിരാമത്തിലേക്ക് എത്താൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിലൂടെ സാധിച്ചിരിക്കുന്നത്. പക്ഷേ വിനീഷ സൂചിപ്പിച്ചതുപോലെ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്, നെതന്യാഹുവാണ്, ഇസ്രായേലാണ്, എപ്പോൾ വേണമെങ്കിലും തങ്ങളുടേതായിട്ടുള്ള സൈനിക രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഈ മേഖലയിൽ തങ്ങളുടെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിക്ക് ഒരു വൈപുല്യം നൽകാൻ വേണ്ടി ലബനാന് നേരെയും മറ്റ് ഗസയ്ക്ക് നേരെയും കൂടുതൽ ആക്രമണ പരമ്പരകൾ നടത്താനുള്ള വലിയ സാധ്യതയുണ്ട്. അതിനെ എത്ര കണ്ട് അമർച്ച ചെയ്യാൻ അമേരിക്കൻ നേതൃത്വത്തിന്, അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപിന് സാധിക്കും എന്നതിനെ മാത്രം ആശ്രയിച്ചായിരിക്കും ഈ കരാറിന്റെ ഭാവി. കാരണം 2 മാസത്തിനുള്ളിൽ ഈ ചർച്ചകൾ പൂർത്തീകരിക്കണമെന്നാണ് കരാറിൽ പറയുന്നത്. ആ 2 മാസത്തിനുള്ളിൽ ചർച്ച പൂർത്തീകരിച്ച് അന്തിമമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള സമാധാനം ലക്ഷ്യമിടുന്ന ഒരു കരാറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള സമീപനം വേണ്ടിവരും. അതിലേക്ക് എത്ര കണ്ട് നീങ്ങാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കും എന്നൊരു ചോദ്യമാണ്. കാരണം ഹിസ്ബുല്ലയുടെ കാര്യം ഇറാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ പൂർണ്ണമായിട്ടും യുദ്ധവിരാമത്തിന് സജ്ജമാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ഈ നിരന്തരമായിട്ടുള്ള കടന്നുകയറ്റമാണ് ഈ പ്രതിസന്ധി ഇത്രയേറെ രൂക്ഷമാക്കുന്നത്. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെതിരെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയോട് കൂടുതൽ കടുത്ത നടപടികൾ ഇസ്രായേലിന്റെ മേൽ കൈക്കൊള്ളണം എന്ന ഒരു നിർദ്ദേശം കൂടി ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ നിലനിൽക്കണമെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതാകണമെങ്കിൽ, ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതാകണമെങ്കിൽ മറ്റൊരു നിർവാഹവുമില്ല. ലബനാനിൽ ഈ കടന്നുകയറ്റത്തിൽ നിന്ന് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യേണ്ടി വരും. അതിലേക്ക് എത്ര കണ്ട് പോകാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും നാളെ നടക്കുന്ന ചർച്ചയുടെ പുരോഗതി. വിനിഷ. യെസ്, എം സി എ നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.